പെർസെപ്ഷൻ, അതായത് മറ്റുള്ളവർ നമ്മളെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതിനെപ്പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് പെർസെപ്ഷൻ മാനേജ്മെന്റ്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി മറ്റുള്ളവരാളെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഭാവി? അല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നതിന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമായിട്ട് അത് ബന്ധമുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വെക്കുക. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ എങ്ങനെ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പ് എന്നുള്ളത്. നിങ്ങൾ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, കുറെ എഫേർട്സ് ഇടുന്ന ആളായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പല ആൾക്കാരും നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന പല അവസരങ്ങളും നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഇത് തന്നെയാണ് പെർസെപ്ഷൻ മാനേജ്മെന്റ് വരുന്നത്. അതായത് മറ്റുള്ളവർ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ചെയ്തതാണെങ്കിലോ ചെയ്യാത്തതാണെങ്കിലോ ഞാൻ തന്നെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ സംഭവം സത്യത്തിൽ ഉണ്ട്. നമ്മൾ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഞാൻ തന്നെയായിട്ട് ഇരുന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തെറ്റാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് മുന്നിലോട്ട് മറ്റുള്ളവർക്ക് നമ്മളാണ് ചെയ്തത് എന്ന് അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അത് വേണ്ടിയിട്ട് മറ്റുള്ളവർ അവരുടെ പേരിലാക്കിയെടുത്ത് അവർ മുന്നേറുന്നതിന് മുമ്പേ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേറേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർസെപ്ഷൻസ്, അതായത് മറ്റുള്ളവർ കൊടുക്കുന്ന ചെറിയ ചെറിയ സിഗ്നലുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വാതിലുകൾ അടയ്ക്കാം, അതേപോലെ തുറക്കാം. അത് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം.